നിങ്ങളൊന്ന് നോക്കിയാൽ ഗൈസ്, ഇത് ഞാൻ എങ്ങനെ എടുത്ത് മേലോട്ട് കൊണ്ടുപോകും എനിക്കറിയാൻ പാടില്ല. ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ നേരത്തെ എണീറ്റിട്ടുണ്ട്. നമ്മളിവിടുന്ന് എണീറ്റ് ഫ്രഷ് ആയതാണ്ട് സമയം 5:37. ഞാൻ ഇപ്പോൾ മാപ്പ് പോണാക്കിയിട്ടേക്കാണ്. ഇവിടുന്ന് 56 കിലോമീറ്ററാണുള്ളത്. 56 കിലോമീറ്ററാണ്. 1.25 മണിക്കൂർ എടുക്കുമെന്നാണ് നമുക്ക് കാണിക്കുന്നത്. അപ്പം നമുക്ക് ഇവിടുന്ന് നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് നമുക്ക് ഇറങ്ങി നമുക്ക് നേരെ ആനക്കുളത്തോട്ട് പോവാം. പോകുന്ന വഴി നമുക്ക് ചായ കൂടി വേണം, പറ്റിയ വല്ലതും കഴിക്കുകയും കൂടി ചെയ്യണം. ഇതാണ് നമ്മുടെ റൂം. ഞാൻ ഇന്നെ കുളിക്കാൻ നേരത്ത് ആ വെള്ളം വരുന്ന ആ ഷവറിൽ നിന്ന് വെള്ളം വളരെ കുറച്ച് മാത്രമേ വരുന്നുള്ളായിരുന്നു. അത് മാത്രമേ ഒരു പ്രശ്നമുള്ളൂ, വേറൊരു കുഴപ്പമില്ല. ഓക്കെ, നമ്മളിപ്പോൾ താഴോട്ട് ഇറങ്ങുകയാണ്. ഇതിലേക്കൂടെ കണ്ടാ കയറി വന്ന് അത് തന്നെ, അതിലേക്കൂടാണ് കയറി വന്നത്. താക്കോല് ഓഫീസ് റിസപ്ഷൻ താഴെയാണല്ലോ. അവിടെ ആളുണ്ടാവും, ഉണ്ടാവാതിരിക്കാം, നോക്കാം. നമ്മൾ പേയ്മെൻറ്റ് സംഭവം പൂട്ടിയൊക്കെയാണ്. ചോദിച്ചു നോക്കട്ടെ താക്കോൽ എവിടെ വെക്കും. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ വണ്ടി നല്ല അത്യാവശ്യം മഴ പെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്തത്, വിൻ്റർ ഫ്ലൈസ് റൂംസ് ആൻഡ് ഫ്രഷപ്പ്. അത്യാവശ്യം നൈസ് സ്ഥലം കേട്ടോ. നമ്പർ ഞാൻ പറഞ്ഞുതരാം: 8113034751. ഓക്കെ, നേര്യമംഗലത്തിനടുത്ത് തന്നെ കേട്ടോ. അപ്പോൾ ഈ വഴിയൊക്കെ വരുന്നവർക്ക് സ്റ്റേ ഒക്കെ ആവശ്യമാണെങ്കിൽ ഒന്നും നോക്കണ്ട, കുളിക്കുക, കയറി ചെല്ല. സിംഗിളാണെങ്കിൽ 800 രൂപ. ആങ്കുളത്തോട്ടുള്ള റൂട്ട് കാണിച്ചവർ കുരിശാടി അടുത്തുനിന്ന് ലെഫ്റ്റ് കട്ട് ചെയ്യാനാണ്. പക്ഷേ ലെഫ്റ്റ് കട്ട് ചെയ്ത് അന്നേരം തൊട്ടേ റോഡ് ഇച്ചിരി പിശക കണ്ടില്ലേ. നല്ല കുത്തനുള്ള കയറ്റമാണ്. കുറച്ച് നേരമായി ഞാൻ വിചാരിച്ച് കുറച്ച് സ്പോട്ടേ കാണത്തോളം എന്ന് വിചാരിച്ച് വീഡിയോ ഓണാക്കിയില്ല. അപ്പോൾ കുറേ ഒരുപാട് കാര്യമില്ല. എൻ്റെ മുന്നടുത്ത കയറ്റം ഇതൊന്നും കുഴപ്പമില്ല. ഈ ഹെയർ പിന്ന് പോലുള്ള ഈ കയറ്റം വരുമ്പോഴേ എനിക്ക് ഭയങ്കരമായിട്ട് പ്രശ്നം വരും. ആണ്ടേ, ഞാൻ തേർഡിലായിരുന്നു ഇട്ടിരുന്നത്, ഡൗൺ ചെയ്തിട്ട് സെക്കൻഡ് ആയിപ്പോയി. ഞാൻ ഫസ്റ്റാന്ന് വിചാരിച്ചത്. ഫസ്റ്റ് ഇട്ട് കയറുന്നതിന് എപ്പോഴും നല്ലതേ, കാരണം വണ്ടികൾ വരും, കാറടക്കം വണ്ടികൾ മേളിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരും. നമ്മൾ ഫസ്റ്റ് ആണെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു കൺട്രോളിൽ ഇങ്ങനെ നിൽക്കും. ഒരു ബുള്ളറ്റുകാരനാണ് പറ്റും, ബുള്ളറ്റുകാരൻ. അത് പുള്ളി കൂളായിട്ട് പോകും. പുള്ളിക്ക് വഴി പരിചയമുണ്ട്. പുള്ളി ഇവിടുത്തെ ലോക്കലാണ്, അത് കാണുമ്പോൾ അറിയാം. കാരണം വഴി പരിചയമുള്ളവർക്കാണെങ്കിൽ സീനില്ല. കാരണം എവിടെ എന്താണ്, ഏത് വളവ് എങ്ങനെയാണ് എന്നറിയാം. പക്ഷേ പുതുതായിട്ട് വരുന്ന ഒരാൾ അൺഎക്സ്പെക്റ്റഡായിട്ട് മുന്നിലൊരു ഹെയർ പിന്നും അല്ലെങ്കിൽ വലിയ കുഴിയും കൊണ്ടും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എൻ്റെ ഭഗവാനെ, ഇത് ഞാൻ എങ്ങനെ എടുത്തോണ്ട് പോകും? എനിക്ക് വയ്യ. നിങ്ങളൊന്ന് നോക്കിയാൽ ഗൈസ്, ഇത് ഞാൻ എങ്ങനെ എടുത്ത് മേലോട്ട് കൊണ്ടുപോകും എനിക്കറിയാൻ പാടില്ല. ഈ വഴിയും നോക്കിയേ, അയ്യോ എനിക്ക് അറ്റാക്ക് വരുന്നു. അയ്യോ, പാനിക്കായി. കുറച്ച് നേരം ഇവിടെ നിന്ന് റെസ്റ്റ് എടുത്തിട്ട് പോവാം. റെസ്റ്റ് എടുക്കുക എന്ന് വെച്ചാൽ ഞാൻ ഒന്ന് മേളിൽ പോയിട്ടൊക്കെ നോക്കിയിട്ടൊക്കെ വരട്ടെ വഴിയൊക്കെ എങ്ങനെയാണെന്നൊക്കെ.
എൻ്റെ ഭഗവാനെ, ഇത് രാത്രി ഈ വഴി കയറി വരാൻ്റെ കാര്യം ഞാൻ എന്ത് ഭ്രാന്ത കാണിച്ചതെന്നറിയാമോ ഇന്നലെ. അതിൻ്റെ ഇടയ്ക്കൂട്ടൊരു കുഴിയും കട്ടറും. നേരെ ഇവിടെ കൊണ്ടുപോയേട്ടാ, ഇവിടെ ഗ്യാപ്പുണ്ട്. അത് കൊള്ളാം. അവിടെ നിന്നിട്ട് നേരെ ഇവിടെ കൊണ്ടുവച്ചാൽ മതി. ഇവിടെ കൊണ്ടുവച്ചിട്ട് കയറ്റി എടുത്തുകൊണ്ട് പോവാം. അപ്പോൾ കുഴപ്പമില്ല. ഞാൻ വിചാരിച്ച് ഇത്രേ കാണത്തുള്ളൂ എന്ന് വിചാരിച്ചു, ഇവിടെ ഇത്രേ കാണത്തുള്ളൂ എന്ന് വിചാരിച്ചേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കയറാൻ പാടാം. എൻ്റെ ഭഗവാൻ, ഓ മുത്തപ്പ, അയ്യോ എൻ്റെ ചങ്ങങ്ങ് ഇടിച്ച് ഞാനങ്ങ് ആവിയായിപ്പോയി എന്നാണെങ്കിൽ പറയാം. എൻ്റെ ഭഗവാനെ, അയ്യോ വണ്ടി ഓഫായി പോയില്ല. അയ്യോ ആ ക്ലച്ച് താങ്ങി എൻ്റെ കുഴപ്പം. ആദ്യത്തെ വട്ടം അവിടെ ഇടിച്ചെന്ന് വെച്ചാൽ ഫ്രണ്ട് ബ്രേക്ക് അപ്ലൈ ചെയ്ത്, നമ്മളിപ്പം ശീലമില്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് ഒന്ന് പേടിച്ച് കഴിയുമ്പോൾ ഫ്രണ്ട് ബ്രേക്ക് അങ്ങ് അപ്ലൈ ചെയ്ത് വണ്ടി അങ്ങ് നിന്നുപോയി. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത് ക്ലച്ച് താങ്ങിയതിൻ്റെ ഒരു കുഴപ്പമോ അവിടെ ഇടിച്ച് ചെയ്യുന്നത്. പക്ഷേ വണ്ടി കയറി പവറുണ്ടോ വണ്ടി. എൻ്റെ അമ്മേ, ഇവന്മാർക്കൊക്കെ പ്രാന്താണ്. അയ്യോ ഫാമിലി ആയിട്ടൊക്കെ പോകുന്നു. അയ്യോ കൊച്ചൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. കൊച്ചുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവരെയൊക്കെ സമ്മതിക്കണം. സൺറൈസ് ഉണ്ടോ, പക്ഷെ മരങ്ങളുടെ ഇടയിലാണ്ട് വലിയ സീനൊന്നുമില്ല. നൈസ് സ്ഥലം കേട്ടോ. ചെറിയ കോടയും കാര്യങ്ങളും, ചെറുതല്ല അത്യാവശ്യം കോടയുണ്ട്. നല്ല തണുപ്പുണ്ട് കേട്ടോ. ആ വേനലിൽ നിന്ന് നമ്മുടെ ചൂടത്തെ ഉഷ്ണത്തിൽ നിന്ന് ഇങ്ങനെ ഈ തണുപ്പത്തോട്ട് വന്നപ്പോഴൊരു സുഖമുണ്ടല്ലോ. അയ്യോ അടിപൊളി അടിപൊളി. കയറിയപ്പോൾ തന്നെ തേയിലത്തോട്ടം അല്ലേ അത്? തേയിലത്തോട്ടമാണ്. വാ നൈസ്. ലക്ഷ്മി എസ്റ്റേറ്റ്, ഇതാണ് ലക്ഷ്മി എസ്റ്റേറ്റ്. ഞാൻ ലക്ഷ്മി എസ്റ്റേറ്റ് വഴി ഇങ്ങോട്ട് വരണമെന്നാണ് വിചാരിച്ചത്. പക്ഷെ നമ്മൾ ലക്ഷ്മി എസ്റ്റേറ്റ് വഴി നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. എൻ്റെ മോനെ, ഈ ഒരു രാവിലെ ഈ ഒരു തണുപ്പത്ത് ഈ ഒരു കാഴ്ച, അയ്യോ വേറെ ലെവല്. കയറിയപ്പോൾ തന്നെ ഇങ്ങനെ നീ കുറേ കൂടെ ഉള്ളോട്ട് പോകുമ്പോൾ എൻ്റെ അവസ്ഥ എന്തായിരിക്കും? ആ തേയില ഇങ്ങനെ മലയുടെ മുകളിൽ പോലെ ഇങ്ങനെ മലയുടെ മുകളിൽ ഇങ്ങനെ തട്ടാട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഇരുത്തണ്ട. അയ്യോ നല്ല കുത്തിനുള്ള കയറ്റമാണെന്ന് കണ്ട ബോർഡൊക്കെ വെച്ചേക്കുന്നത് ഇവിടെ കേട്ടാ. കിടില സ്ഥലം, കിടില. ഇവിടെയൊക്കെ ആനയെ ഇറങ്ങുന്ന സ്ഥലമല്ലേ ലക്ഷ്മി എസ്റ്റേറ്റിലൊക്കെ ആണെങ്കിൽ ആനയൊക്കെ ഇറങ്ങും. ശല്യം ഉണ്ടെന്നൊന്നും തോന്നുന്നില്ല. ആനയൊക്കെ ഇറങ്ങും എന്നൊക്കെ ഞാനിങ്ങനെ കേട്ടു. രാവിലെയോ രാത്രിയിലൊന്നും വരരുത് എന്നൊക്കെ ഒരു മുന്നറിയിപ്പൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ മോനെ, അവിടെ കുറച്ച് വർക്കേഴ്സ് ഇരിക്കുന്ന കേട്ടോ. കിടിലോസ്കി ഒരു രക്ഷയില്ലാത്ത ഇത്. അവിടെ മൊത്തം വെയിൽ. അവിടുന്ന് കണ്ടാൽ വെയിൽ ഇങ്ങോട്ട് താഴോട്ട് വന്നുകൊണ്ടിരിക്കുക കേട്ടോ. അവിടുന്ന് വെയിൽ ഇങ്ങോട്ട് ഇറങ്ങി, പക്ഷെ ഇങ്ങോട്ട് വെയിലായിട്ടില്ല. ഇടയ്ക്കൊരു ചെറിയ കടയും കാര്യങ്ങളൊക്കെ. ഇവിടെ റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട്. ബോർഡൊക്കെ വെച്ചാൽ ഉള്ളോട്ടായിരിക്കും. ഈ മയിൽപ്പീലി ഇങ്ങനെ വിടർന്ന് നിൽക്കുന്ന പോലെ ഈ മുളയെല്ലാം കേട്ടോ. മുളയില്ലാന്ന് നിൽക്കുന്നുണ്ടല്ലേ അമ്മേ പട്ടി. അപ്പോൾ അത് എന്നെ മൈൻഡ് ചെയ്യാതെ അങ്ങ് പോയി. ഇവരൊക്കെ ഓപ്പോസിറ്റ് വരുമ്പോൾ എനിക്കൊരു ധൈര്യമോ, വഴിയിൽ ആന ഇല്ലല്ലോ. ആന ഉണ്ടെങ്കിൽ ഇവരിങ്ങോട്ട് വരത്തില്ലല്ലോ. പുലിയോ? ടൈഗർ കേവ്. ഇവിടെ കയറാൻ പറ്റുമോ ടൈഗർ കേവ്? പ്രവേശനം പാസ് മൂലം രാവിലെ 9 മണി തൊട്ടേ ഉള്ളൂ കേട്ടോ ഇവിടെ ടൈഗർ കേവ്. അയ്യോ ഇതാരെ
ടൈഗർ കേവ് എന്ന് പറഞ്ഞാൽ പുലിയുടെ ഗുഹ. അതുകൊണ്ട് ഇവിടെ എഴുതി വെച്ചേക്കുന്നത് ഒരാൾക്ക് 50 രൂപ, ഫോറിനേഴ്സ് ആണെങ്കിൽ ഒരാൾക്ക് 100 രൂപയോ, വിദേശികളെ പറ്റിക്കുകയെന്നാ. ഹാങ്ങിങ് ബ്രിഡ്ജ് കയറി 20 രൂപ, ട്രക്കിംഗ് ടു നക്ഷത്രത്തുരുത്ത് അത് 300 രൂപ. ഒരു തലയ്ക്ക് 300 രൂപ, മിനിമം ചാർജ് 500 രൂപ. എന്തുവാ ട്രക്കിങ്ങിനാണെങ്കിൽ ഒരു തലയ്ക്ക് 300 എന്ന് എഴുതി വെച്ചേക്കുന്നത്, എന്നിട്ട് മിനിമം ചാർജ് 500 രൂപയെന്ന്. എനിക്കോട്ട് മനസ്സിലായില്ല. ട്രക്കിങ് ഫോറിനേഴ്സിനാണെങ്കിൽ ഒരു തലയ്ക്ക് 500, മിനിമം ചാർജ് 1000. DSLR ക്യാമറയ്ക്ക് 100 രൂപ, പ്രൊഫഷണൽ ക്യാമറയ്ക്ക് 500 രൂപ. ഗോപ്രയ്ക്ക് എന്തുമായിരിക്കും? എനിക്ക് ഇവിടുന്ന് 900 മീറ്റർ കൂടെ ഉള്ളൂ, 900 മീറ്റർ. അതുകൊണ്ട് എനിക്കിവിടെ ഡെസ്റ്റിനേഷൻ നമ്മൾ എത്തിയിട്ടുണ്ട്. ഏകദേശം നമ്മൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ എത്തിയിട്ടുണ്ട്. ഇനി 2 മിനിറ്റ് കൂടിയേ കാണിക്കുന്നുള്ളൂ, വേറെ 2 മിനിറ്റുകൾ മാത്രം. ഇവിടെ ഒരുപാട് ആൾക്കാർ വഴിയിലൊക്കെ നിൽക്കുന്നുണ്ട്. എങ്ങോട്ട് പോകാനാണോ എന്തോ. യെസ്, ഫൈനലി നമ്മൾ എത്തിയിട്ടുണ്ട്. ആന വന്നപ്പോൾ തന്നെ ആന, എൻ്റെ മോനെ. കുറേ നേരമായിട്ട് ഇവിടെ നോക്കിയാൽ ഇതിനിങ്ങനെ അതിൻ്റെ ഒരു ചലനങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് വേറൊരു ലെവലല്ലേ, വേറൊരു ഫീലല്ലേ. കാട്ടാനെ നമുക്ക് ഇത്ര അടുത്ത് കാണാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടും ഒന്നും പറ്റുന്ന കാര്യമൊന്നുമല്ലല്ലോ. റോഡിലൊക്കെ നിൽക്കുമ്പോൾ കാണാം. പക്ഷേ ഇങ്ങനെ നമുക്ക് പേടിയില്ലാതെ കുറേ ഒരു കൂട്ടം ആനകൾ ചെയ്യുന്ന ഇങ്ങനെ കാര്യങ്ങൾ കൗതുകത്തോടെ നോക്കി നിൽക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ രസമുള്ളൊരു കാഴ്ചയാണ്. ഇവിടെ ഇപ്പം ഒരു കുട്ടിക്കൊമ്പനുണ്ട്, പിന്നെ 2 തള്ളയുണ്ട്, പിന്നെ 2 പിടിയാനകൾ, കുഞ്ഞാനകളുണ്ട്. അത് തീരെ കുഞ്ഞല്ല, കുട്ടിക്കൊമ്പനാണ് കൂട്ടത്തിലെ ഏറ്റവും ചെറുത്. വേറെ കൊമ്പനാനയൊന്നും കണ്ടുപോകുന്നില്ല. ഇവർ രാവിലെ 7 മണിയായപ്പോൾ വന്നതാണെന്നാണ് പറയുന്നത്. രാവിലെ 7 മണി തൊട്ട് ഇവരിവിടെ ഉണ്ട്. ഞാനിവിടെ വന്നത് ഒരു 8 മണിയോട് അടുപ്പിച്ചാണ്. അപ്പോൾ ഇപ്പോൾ ഒരു 8:45 അപ്പോൾ ഒരു 1.25 മണിക്കൂറായിട്ട് ഇവരിവിടെ നിൽക്കുകയാണ്. ഇതുണ്ടല്ലോ, അവർ കൂട്ടത്തോടെ നിൽക്കുന്ന ഒരു സ്പോട്ട് ചെയ്യുന്നതാണ് ഇവർ സ്ഥിരമായിട്ട് വെള്ളം കുടിക്കുന്നത്. അപ്പോൾ ഒരുപാട് ചാനലൊക്കെ പറയുന്നുണ്ട് അവിടെ ഉപ്പ് രസം ഉണ്ടെന്നോ, അവിടെ എന്തൊക്കെയോ മിനറൽസിൻ്റെ വ്യത്യാസം ഉണ്ടെന്നോ ഒക്കെ പറയുന്നുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ വായിൽ നിന്ന് എനിക്ക് പറയാൻ പറ്റിയൊരു കാര്യം എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഒരുപാട് നാളൊന്നും ഈ ഭാഗത്തോട്ട് ഇനി ആന ഇറങ്ങി വരത്തില്ല. കുറച്ചാളും കൂടെയൊക്കെ വരാനുള്ള സാധ്യതയുള്ളൂ. അവർ പറഞ്ഞ കാര്യം ഉള്ളതാണെങ്കിൽ നമ്മുടെ ഫോറസ്റ്റുകാർ കാടിനുള്ളിൽ പലയിടത്തായിട്ട് പടുതാക്കുളം ഉണ്ടാക്കാനുള്ള തീരുമാനമൊക്കെ എടുത്തു, അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ തുടങ്ങി എന്നൊക്കെയാണ് ഇവിടെ നിൽക്കുന്ന ഈ സ്വദേശവാസികൾ, ഇവിടുത്തെ നാട്ടുകാരായ ആൾക്കാർ സംസാരിക്കുക. അവരുടെ ഒരു ഒരുപാട് സബ്ജക്റ്റുകൾ വന്നു, രാഷ്ട്രീയവും അതും ഇതുമൊക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ വന്നു. അതിനിടയ്ക്കുള്ള അവരുടെ ഒരു സബ്ജക്റ്റായിരുന്നു ഈ സാധനം. കാടിനുള്ളിൽ പലയിടത്തായിട്ട് പടുതാക്കുളങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നു. അപ്പം അങ്ങനെ ഉണ്ടാക്കിയാണെങ്കിൽ ആനകൾ ഇങ്ങോട്ട് ഇറങ്ങുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഫോറസ്റ്റുകാരുടെ ഒരു തീരുമാനം ആ രീതിയിലൊക്കെ ആണെന്നൊക്കെയാണ് പറയുന്നത്. അവർ പറയുന്ന കാര്യം സത്യമാണ് എങ്കിൽ, പടുതാക്കുളം ഉണ്ടാക്കുന്ന കാര്യം സത്യമാണ് എങ്കിൽ, ആനകളുടെ സ്ഥിരമായിട്ട് ഇനി ഇങ്ങോട്ട് വരാനുള്ളൊരു സാധ്യത ഒരുപാട് നാളൊന്നും കാണത്തില്ല. അടുത്ത് നിന്ന് തന്നെ കാണാൻ പറ്റും. കാരണം ഒരുപാട് ദൂരെയൊന്നുമല്ല. നമുക്ക് ക്യാമറയിൽ കൂടെ നോക്കുമ്പം കുറേ ദൂരമായിട്ടൊക്കെ തോന്നും. പക്ഷേ നേരിട്ടുള്ള വെറും കണ്ണുകളോട് നോക്കുമ്പോൾ കൂടിപ്പോയൊരു 50 മീറ്ററേ ഉള്ളൂ. 50 മീറ്റർ ഉണ്ടോയെന്ന് സംശയമാണ്. അപ്പോൾ കുറേ നേരം ഇവിടെ നിന്നിപ്പോൾ സമയം ഏകദേശം 9 മണിയാവാറായി. 1 മണിക്കൂറോളം ഈ ഒരു 5 ആന ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരുന്നു. അവിടെ ഒരു പാർക്കുണ്ട്. ആ കുടയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ ഒരു പാർക്കുണ്ട്. അവിടുത്തെ എൻട്രി ഫീസ് എന്ന് പറയുന്നത് 20 രൂപയാണ്. പിന്നെ അവിടെ ബാത്റൂം സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്ത്രീകളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ആവശ്യകത നിർവഹിക്കാനായിട്ട് നമുക്ക് അങ്ങോട്ട് കയറി പോകാവുന്നതാണ്. 20 രൂപയുള്ളൂ. പിന്നെ കുറേ നേരം അവിടെ ഇരിക്കുകയൊക്കെ ചെയ്യാം.
പിന്നെ ഓപ്പോസിറ്റ് സൈഡ് തന്നെ ഹോട്ടൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ KSRTC ബസ്സുണ്ട്, മാങ്കുളം ആനക്കുളം റൂട്ടിലിടുന്ന ബസ്സുണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, ഇവിടുത്തെ എന്താണ് ജീപ്പ് സവാരി ഉണ്ട് ഇവിടെ. നമ്മൾ കാട്ടിനകത്തൂടെ ഉള്ളോട്ട് കയറി പോകുന്നൊരു ജീപ്പ് സവാരി കാര്യങ്ങളൊക്കെ ഉണ്ട്. ചുമ്മാ അതൊന്ന് റേറ്റ് ചോദിച്ചത്, അയാൾ ചുമ്മാ ഒന്ന് മറുപടി പറഞ്ഞ് 2500 രൂപയെന്ന്. അത് ഒരാൾക്കാണെന്ന് സംശയമാണ്, ഞാൻ ഒരാളേ ഉള്ളൂ. പിന്നെ ഗ്രൂപ്പായിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ചുള്ള കുറവ് കാര്യങ്ങളൊക്കെ കാണുമായിരിക്കും. എന്തായാലും 2500 രൂപയാണ് അവരുടെ റേറ്റ് ടോട്ടലായിട്ട് വരിക. അപ്പോൾ ഒരാൾ മാത്രമായിട്ട് ചിലപ്പോൾ പോകത്തില്ലായിരിക്കാം. അപ്പോൾ അത്രയും കാശ് മുടക്കി ഒരാൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ പോവാം. അതിനകത്തൊരു ജീപ്പിനകത്ത് 6 പേരോ 8 പേരോ എങ്ങാണ്ടാണ്. ഈ ഒരു 6 പേർക്കാണെങ്കിലും 8 പേർക്കാണെങ്കിലും 2500 രൂപയാണ് ചാർജ് വരിക. ഇനി ഒരാളേ ഉള്ളൂ, ഒരാൾക്ക് മാത്രം പോയാൽ മതിയെന്നുണ്ടെങ്കിൽ 2500 രൂപ കൊടുത്തിട്ട് ജീപ്പ് സഫാരി ചെയ്യാൻ പറ്റും. ഇനി ഞാൻ ആലോചിക്കുന്നതേ, ഞാൻ ഇനി ഇവിടുന്ന് എങ്ങോട്ട് പോകുന്ന, വട്ടവടയിലോട്ട് പോയാലോ എന്നൊരു ആലോചനയുണ്ട്. പക്ഷേ എനിക്ക് ഇന്ന് തന്നെ വീട്ടിൽ കയറണം. ഇന്നലെ ഇറങ്ങിയല്ലേ, വട്ടവടയിൽ പോയി കഴിഞ്ഞാൽ ഞാൻ നട്ടപ്പാരാത്രിയാവും വീട്ടിൽ ചെന്ന് കയറാൻ. പിന്നെ ഉറക്കം കുറേ നിൽപ്പുണ്ട്. ഇപ്പോൾ 2 ദിവസം ഉറക്കം ഉളച്ച് വണ്ടി ഓടിക്കുന്നത് അത് ആരോഗ്യത്തിന് നല്ലതല്ല. അതുകൊണ്ട് വട്ടവട ഞാനങ്ങ് ക്യാൻസൽ ചെയ്യണോ വേണ്ടെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. ആനക്കുളത്തിൽ നിന്ന് ഞാൻ വിട പറയുകയാണ് സുഹൃത്തുക്കളെ. പിന്നെ പകൽ വെളിച്ചത്ത് ഞാനൊരു ഇത്രയും അടുത്ത് ആനയെ കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ വിചാരിച്ച് രാത്രി ഒരു വെയിറ്റ് ചെയ്യേണ്ടി വരും, ഇവിടെ റൂം എടുക്കേണ്ടി വരും എന്നൊക്കെയാണ് വിചാരിച്ചത്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യകത വന്നില്ല. സെറ്റാണ്, സംതൃപ്തനാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു ഡെസ്റ്റിനേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അവിടേക്ക് പോവാം. ഇല്ലെങ്കിൽ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യും. നോക്കട്ടെ, തീരുമാനിച്ചില്ല. ഞാനത് മാപ്പൊക്കെ നോക്കി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ട് ഞാൻ പറയാം. ഓക്കെ.